ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചരി കൊണ്ട് നല്ല പഞ്ഞി പോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. രാവിലെ നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. രാവിലെ വൈകുന്നേരമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തതാണ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തതാണ്. അത് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറേശ്ശെ വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവാണ് കേട്ടോ. അധികം ലൂസാവാൻ പാടില്ല. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിനുള്ള മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട്. 1 നുള്ളു മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിനി വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റോ ക്യാപ്സിക്കോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അപ്പച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുമ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് കിട്ടും ഒരു ഭാഗം. അപ്പോൾ ഒന്നുകൂടെ തിരിച്ചിട്ടിട്ടും വേവിച്ചെടുക്കണം കേട്ടോ. കാരണം ഇത് കട്ടിയുള്ളതുകൊണ്ട് ഉൾഭാഗം ഒന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്ത് നമ്മൾ കാണുമ്പോൾ വെന്ത പോലെ തോന്നുകയാണെങ്കിലും തിരിച്ചിട്ടിട്ട് കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കണം. എന്നാലും ഉൾഭാഗമൊക്കെ നല്ല പോലെ കുക്കായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മൾ അരിയൊക്കെ അരച്ച് മാവ് കൂട്ടി വെച്ചിട്ട് ദോശ പോലെ ഒക്കെ ഉണ്ടാക്കൂലേ, നമ്മൾ പലതരത്തിലും ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. പക്ഷേ ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിപ്പോൾ മാവ് അരച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെയല്ലേ ഉണ്ടാക്കിയത്. എന്നാലും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.